നമ്മുടെ താലന്ത് പരിശോധന എന്ന പകൽക്കാലം ഇവിടെ നടത്തപ്പെടുകയാണല്ലോ. തുടർന്ന് സ്വാഗതം ആശംസിക്കേണ്ടതിനായിട്ട് PMGUസിൻ്റെ കേരള സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിരിക്കുന്ന പ്രിയ ജോനാഥൻ ജോസിനെ മുൻപോട്ട് ക്ഷണിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ പകൽക്കാലം ടാലൻറ്റ് ടെസ്റ്റായി ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനൊക്കെ ദൈവം നമ്മളെ ഇടയാക്കിയല്ലോ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എല്ലാവർക്കും സ്വാഗതം അറിയിക്കുന്നതാണ്. അതിലേക്ക് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ പ്രവേശിക്കുന്നു. ആദ്യമായി ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായി ഇരിക്കുന്ന PMGUസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് പാസ്റ്റർ ഷിബു തോമസിനെ ഇന്നത്തെ മീറ്റിങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവരും കരങ്ങളെ അടിച്ച് പ്രിയദേവനെ സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ടാലൻറ്റ് ടെസ്റ്റിന് ഗസ്റ്റ് സ്പീക്കറായി കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ PMGC സ്റ്റേറ്റ് പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ GJ അലക്സാണ്ടറാണ്. പ്രിയ ദേവദാസിനെയും ഇന്നത്തെ ഈ ടാലൻറ്റ് ടെസ്റ്റിൻ്റെ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ PMGUസിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പേഴ്സ്, എല്ലാ പ്രിയ സഹോദരന്മാരെയും ഇന്നത്തെ ഈ യൂത്തിൻ്റെ ടാലൻറ്റ് ടെസ്റ്റ് മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന വിവിധ സഭകളിലെ ദൈവദാസന്മാരുണ്ട്, നമ്മളുടെ വേദികളിലായിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്. എല്ലാവർക്കും ഈ സമയം ഞാൻ ഇന്നത്തെ ടാലൻറ്റ് ടെസ്റ്റിൻ്റെ മീറ്റിങ്ങിലേക്ക് സ്വാഗതം അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ടാലൻറ്റ് ടെസ്റ്റ് വിജയകരമാക്കി തീർക്കുവാൻ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുള്ള എല്ലാ യൂത്ത് മെമ്പേഴ്സ്, അതായത് PMGUസിൻ്റെ എല്ലാ മെമ്പേഴ്സിനും ഇന്നത്തെ ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ടാലൻറ്റ് ടെസ്റ്റ് ജഡ്ജ് ചെയ്യുവാൻ കടന്നു വരിക്കുന്ന വിവിധ ജഡ്ജസ് ഉണ്ട്. അവരും നമ്മുടെ മധ്യത്തിലായിരിക്കുന്നു. അവർക്കുള്ള ഇന്നത്തെ മീറ്റിങ്ങിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം അറിയിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ മഹത്വവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സ്വാഗതം ആശംസിച്ച പ്രിയ ജോനാഥനെയും ഈ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏകദേശം 180ഓളം പാർട്ടിസിപ്പേഷൻസ് ഈ വർഷം നമ്മുടെ ഈ ഏകദിന താലന്ത് പരിശോധനയിൽ സംബന്ധിക്കുന്നുണ്ട്. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് ഇന്ന് പകൽ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മുടെ മധ്യത്തിൽ എത്തിച്ചേർന്ന കർത്താവിൽ ബഹുമാന കർദാസൻ പാസ്റ്റർ GJ അലക്സാണ്ടർ അവറുകൾ, ഈ പ്രോഗ്രാം വിലയിരുത്തുവാൻ ജഡ്ജായി കടന്നു വന്നിരിക്കുന്ന പ്രിയ കർദാസന്മാർ, കേരള സ്റ്റേറ്റ് PMG പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ ടീം കോശി പാസ്റ്റർ, വേദിയിലായിരിക്കുന്ന പാസ്റ്റർ എമി കുഞ്ഞൻ പാസ്റ്റർ കമ്മിറ്റി എന്ന നമ്മുടെ PMG പ്രസ്ഥാനത്തിൻ്റെ ജനറൽ കൗൺസിൽ അതേ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയ ജോൺ മാത്യു പാസ്റ്റർ, ആദരനായ എല്ലാ ദൈവദാസന്മാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടി ക്രിസ്തീയ വന്ദനങ്ങളെ ചൊല്ലുന്നു. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമ്മുടെ പ്രോഗ്രാം ഏകദേശം അരമണിക്കൂർ ലാഹിതാണ് മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഒത്തിരി കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഈ പ്രോഗ്രാം ഇവിടെ നടക്കപ്പെടുമ്പോൾ വളരെ അച്ചടക്കത്തോടും വളരെ ആത്മാർത്ഥതയോടും എല്ലാ പ്രിയപ്പെട്ടവരും ഇതിൽ സംബന്ധിക്കണമെന്നുള്ള കാര്യം പ്രത്യേകാൽ ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. മുഖവരെ ഒന്നും പറഞ്ഞ് അധികം സമയം കളയുവാൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്ന് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യുവാനായി കർത്താനുദാസൻ നമ്മുടെ മധ്യത്തിലുണ്ട്. തുടർന്നുള്ള സമയങ്ങൾ ഈ ശുശ്രൂഷ ഉദ്ഘാടനം ചെയ്യുവാനായി കർത്താനുദാസൻ പ്രിയ GJ അലക്സാണ്ടർ പാസ്റ്ററെ യാതൊരുപൂർവ്വം മുൻപിലോട്ട് ക്ഷണിക്കുന്നു. കരങ്ങളടിച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ ശക്തിയോടെ ഒരു പ്രാവശ്യം കൂടെ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. PMGUസിൻ്റെ തെക്കൻ ഏരിയ ടാലൻറ്റ് ടെസ്റ്റിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ യുവതി യുവാക്കൾ,
കർത്തൃദാസന്മാർ, വിശേഷിച്ചും ഇന്ന് ഈ പ്രാരംഭ സമയം ഈ മീറ്റിങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന PMG യൂത്ത് കേരള സ്റ്റേറ്റ് പ്രസിഡൻറ്റ് പാസ്റ്റർ ഷിബു തോമസ്, PMG സഭയുടെ കേരള സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ TM കോശി, PMG സഭയുടെ ജനറൽ സെക്രട്ടറി പാസ്റ്റർ ജോൺ മാത്യു അവറുകൾ, PMG യൂത്ത്സിൻ്റെ വിവിധ കമ്മിറ്റി അംഗങ്ങൾ പാസ്റ്റർ MB കുഞ്ഞുമോൻ, മറ്റ് പ്രിയപ്പെട്ടവർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും, അതുപോലെ നമ്മുടെ മധ്യത്തിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്ന ജഡ്ജസ് ഉണ്ട്, അവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽ വളരെ സന്തോഷത്തോടു കൂടെയാണ് നാം ഈ ടാലൻറ്റ് ടെസ്റ്റിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ലോക്കൽ സഭകളിൽ, നമ്മുടെ പ്രാദേശിക സഭകളിൽ ധാരാളം കുഞ്ഞുങ്ങൾ ദൈവം അനേക താലന്തുകൾ നൽകി, അനേക കഴിവുകൾ നൽകി ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ യുവതി യുവാക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ ദൈവനാമ മഹത്വത്തിനായി പ്രദർശിപ്പിച്ചുകൊണ്ട് ഭാവിയുടെ വാഗ്ദാനങ്ങളായി ദൈവസഭയ്ക്ക് പ്രയോജനകരമായി തീരുന്ന ഒരു വേദിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇത് ഒരു മത്സരം എന്നുള്ളതിൽ ഉപരി, ഫസ്റ്റോ സെക്കൻഡോ എനിക്കറിയത്തില്ല എത്ര പ്രൈസ് ഉണ്ടെന്ന്, ഫസ്റ്റും സെക്കൻഡും 3, തേർഡും ഉണ്ട്. അപ്പം 3 പേർക്ക് സമ്മാനം കിട്ടും. ആ 3 പേരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സമ്മാനം ലഭിക്കാൻ പോകുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി പങ്കുകൊണ്ടു, പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതാണ് ദൈവം ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവനാമത്തിനു വേണ്ടി ലഭിക്കുന്ന അവസരങ്ങൾ എഴുന്നേറ്റ് നിന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ദൈവഹിതമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ ലഭിച്ച ഈ അവസരം വിനിയോഗിക്കാൻ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു, നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിക്കണേ, ഞാൻ വേഗം എൻ്റെ വാക്കുകൾ നിർത്താം. എല്ലാ താലന്ത് പരിശോധനകളിലും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ തന്നെയായിരിക്കണം നിങ്ങൾ ഏറ്റെടുക്കുന്നത്. നാം ദൈവമക്കളാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ അങ്ങേയറ്റം നാം ഉപയോഗിക്കണം, അത് പ്രദർശിപ്പിക്കണം. പക്ഷേ മത്സരങ്ങൾ, വാശിയേറിയ മത്സരങ്ങൾ ഉണ്ടാകാതെ നാം ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ ഈ പ്രാരംഭമായി ഓർപ്പിക്കുകയാണ്. അങ്ങനെ നാം ദൈവനാമ മഹത്വത്തിനായി, എന്താണ് ദൈവം എന്നിലൂടെ മഹത്വപ്പെടണം, ദൈവനാമം എന്നിലൂടെ മഹത്വപ്പെടണം, അതിനായി നിങ്ങൾ പ്രാർത്ഥനയോടെ ആ ഒരു മനോഭാവത്തോടു കൂടെ ആയിരിക്കുമെങ്കിൽ ഇത് സംഘടിപ്പിച്ച ഈ പ്രാവശ്യത്തെ നമ്മുടെ യൂത്ത് കമ്മിറ്റി അഭിനന്ദനം അർഹിക്കുന്നു. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ പ്രസിഡൻറ്റ് ഷിബു തോമസ് മാസ്റ്ററോട് ചോദിക്കുകയായിരുന്നു, ഇന്ന് എത്ര ചർച്ചുകൾ എന്നുള്ള യുവതി യുവാക്കൾ കടന്നു വന്നിട്ടുണ്ട് ഈ തെക്കൻ ഏരിയയിൽ. അദ്ദേഹം പറഞ്ഞു, എത്ര 18ഓളം സഭകൾ ഈ പ്രാവശ്യത്തെ തെക്കൻ ഏരിയ താലന്ത് പരിശോധനയിൽ പങ്കുകൊള്ളുന്നു. 150-ൽ പരം എൻട്രീസ് വിവിധ ഇനങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല ഒരു വളർച്ചയാണ്. സന്തോഷമുണ്ടോ? സന്തോഷമുള്ളവരൊരു കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ എല്ലാ സഭകളും, ഒരു കാര്യം നിങ്ങളെല്ലാം ഓർത്തോണം, ഞാൻ എല്ലാ സഭകളിലും പോകുന്ന ഒരാളായതുകൊണ്ടാണ് പറയുന്നത്, ഇന്ന് പലയിടത്തും യുവതി യുവാക്കൾ കുറഞ്ഞുകൊണ്ടിരിക്കുക,
തീർത്തും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. എന്താ കാര്യമെന്നറിയാമോ? നമ്മുടെ യുവതി യുവാക്കളെല്ലാം വിദേശത്ത് പോവുകയാണ്. നമ്മുടെ ഒരു ദൈവദാസൻ UK അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പോയ ഒരു സഭയിൽ ഏതാണ്ട് 200ഓളം യുവതി യുവാക്കളുണ്ടെന്ന്. ബാക്കിയുള്ളവരുടെ കണക്ക് പറഞ്ഞില്ല, എന്നാൽ യുവതി യുവാക്കളുടെ കണക്ക് പറഞ്ഞു 200ഓളം പിള്ളേരുണ്ടെന്ന്. ഇവിടെ പലപ്പോഴും നമ്മുടെ പല സഭകളിലും സീനിയർ സിറ്റിസൻസ് ഫോറമായി മാറിക്കൊണ്ടിരിക്കുക. മുതിർന്ന പ്രിയപ്പെട്ടവർ മാത്രമുള്ള കൂട്ടങ്ങളായി മാറുമ്പോൾ വിദേശത്ത് പോകുന്നവരെ ഞാൻ കുറ്റം പറയുകയല്ല, ഉള്ളവരതുകൊണ്ട് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കി തങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന താലന്തുകൾ ദൈവനാമമഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ വിനിയോഗിക്കുവാൻ ഇടയാകണം. എന്തുകൊണ്ട്? നമുക്കിനിയും കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമ്മളൊരു കാര്യം പ്രത്യാശിക്കുന്നു, കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കും. എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? അങ്ങനെയുള്ളവർ കരമുയർത്തി ദൈവത്തെ ആസ്വദിക്കാമോ? പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിൻ്റെ വരവ് ആസന്നമായി. എന്നാൽ വരവ് താമസിക്കുന്നെങ്കിൽ നമുക്കറിയത്തില്ല എന്ന് വരുമെന്ന്. കഴിഞ്ഞൊരു ദിവസം ഞാൻ പല സഭകളിലും പറഞ്ഞു, ഇതിനകം ആഫ്രിക്കയിലുള്ളതായ ഒരു പാസ്റ്റർ പ്രവചിച്ചു, സെപ്റ്റംബർ 23-നും 24-നും ഇടയിൽ കർത്താവ് മടങ്ങി വരുമെന്ന്. അത് വലിയ പ്രചരണമായി ലോകം മുഴുവനും മീഡിയയിലൂടെ അത് പ്രസിദ്ധപ്പെടുത്തി. കേരളത്തിൽ അത് വലിയ ചലനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നുവെച്ചാൽ നമ്മളൊക്കെ ഒരുങ്ങിയിരിക്കുകയാണല്ലേ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരും എന്നുള്ള മട്ടിലാണ് നമ്മളിരിക്കുന്നത്. പക്ഷേ ചെന്നൈയിലുള്ള ഒരു കുടുംബത്തെക്കുറിച്ച് ഞാൻ കേട്ടു. അവർ രാവിലെ പാല് കൊണ്ടുവരുന്ന പാലുകാരനോട് പറഞ്ഞ് 24-ാം തീയതി രാവിലെ മുതൽ ഞങ്ങൾക്ക് പാല് വേണ്ട, അതുവരെയുള്ള പൈസ എന്നാൽ ഞങ്ങളിവിടെ കാണത്തില്ല. അപ്പോൾ 24-ാം തീയതി കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തോ പറ്റി? എൻ്റെ അച്ഛാ, ഞങ്ങൾ കട്ടൻ കാപ്പിയാണ് കുടിക്കേണ്ടി വന്നത്. ഞാൻ കളിയാക്കുകയല്ല, ഒരു ഡേറ്റ് പറയുവാൻ ദൈവവചനം നമ്മെ അനുവദിക്കുന്നില്ല. പക്ഷേ നാം എക്കാലവും ഒരുക്കമുള്ളവരായിരിക്കണം. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമ്മുടെ യുവതി യുവാക്കൾ കർത്താവിന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന പ്രിയപ്പെട്ടവരായി ദൈവനാമ മഹത്വത്തിനായി. ഒരു ഫുൾ ടൈം പാസ്റ്റർ ആകണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കൊത്ത് ഇന്നൊത്തിരി അവസരങ്ങളുണ്ട്, ഒത്തിരി സാധ്യതകളുണ്ട്. ആ സാധ്യതകളിലെല്ലാം കൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ താലന്ത്, ഇപ്പം നന്നായി പാടുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പാടിയാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം ഓടും. അതുകൊണ്ട് അങ്ങനൊരു കഴിവ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ശുശ്രൂഷയിൽ, കർത്താവിൻ്റെ സുവിശേഷീകരണത്തിൽ നിങ്ങൾക്ക് സാധ്യതകളേറെയാണ്. അപ്പോൾ ഓരോ താലന്തും ദൈവം തരുമ്പോൾ, ഉപകരണങ്ങൾ വായിക്കുവാൻ ദൈവം നിങ്ങൾക്ക് അതിനുള്ളൊരു താലന്ത് തന്നിട്ടുണ്ടെങ്കിൽ, അതിനൊരാഗ്രഹമുണ്ടെങ്കിൽ, അതിൽ നിങ്ങൾ പ്രാവീണ്യത പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഈ കാലയളവിൽ നിങ്ങൾ ഏറ്റെടുക്കണം. ബിക്കോസ് അതിലൂടെയാണ് നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിപ്പാനിടയായിത്തീരുന്നത്. അതിനായി ഇങ്ങനെയുള്ള വേദികൾ, ഇങ്ങനെയുള്ള അവസരങ്ങൾ തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു, ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? അടുത്ത വാക്യം കൂടെ. മതി. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ബ്രദർ. അപ്പോൾ ദൈവം ഇസ്രായേലിന് നിയമം കൊടുത്തപ്പോൾ അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം.
അവയെ നിങ്ങൾ പ്രമാണിച്ച് ജീവിതത്തിൻ്റെ ആധാരമാക്കി മുന്നോട്ട് പോകുമെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന പ്രിയമുള്ളവരെ, നമ്മെയും ലോകത്തിലുള്ളവരെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന, വേർതിരിക്കുന്ന ഘടകം എന്താണ്? നമ്മിൽ ദൈവം തൻ്റെ വചനം തന്ന് ആ വചനം നാം അനുസരിക്കുമ്പോൾ, ശ്രദ്ധിക്കണേ, വചനം അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ ദൈവം നമ്മുടെ മേൽ തരുന്നു. മറ്റേതൊരു വ്യക്തിയും ഈ ലോകത്തിൽ കർത്താവിനെ അറിയാത്തൊരു വ്യക്തി ഉള്ളപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തയായി ഞാനായി തീരുന്നത് എങ്ങനെയെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം. ഒരു ഭക്തൻ ഒരിക്കൽ വേറെ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇതാ അതുപോലെ ഒരു മനുഷ്യൻ, there goes a man minus the grace of God. ആ വ്യക്തിയും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, എന്നിൽ ദൈവത്തിൻ്റെ കൃപയുണ്ട്. എത്ര പേർക്ക് സന്തോഷമുണ്ട്, ആ ഉറപ്പുണ്ട്? കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? എങ്ങനെയാണ് ഈ കൃപ പ്രാപിക്കുന്നത്? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വചനമാണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത്. സോ ലെറ്റ് ദിസ് വേർഡ് ഡ്വെൽ ഇൻ അസ്. നമ്മിൽ ഈ വചനം വസിക്കണം. കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നു, ഈ വചനം ഐശ്വര്യമായി, അബണ്ടൻ്റ്ലി, ധാരാളമായി നമ്മിൽ വസിക്കണം. സന്തോഷമുണ്ടോ? നാം ഈ വചനം പഠിക്കുന്നു, ഈ വചനം നാം ഉരുവിടുന്നു, ഈ വചനം നമ്മെ സന്തോഷിപ്പിക്കുന്നു, ഈ വചനം നമുക്ക് ആലോചന തരുന്നു. ഒന്നുകൂടെ കടന്നു പറയുക, ഈ വചനം നമ്മെ സൗഖ്യമാക്കുന്നു, ഈ വചനം നമുക്ക് ജീവൻ പകരുന്ന വചനം. ആ വചനം നാം മുറുകെ പിടിക്കുമെങ്കിൽ അതിന് ശക്തിയുണ്ട്. അതിന് ശക്തിയുള്ളത് കൊണ്ട് എന്ത് പ്രയോജനമാണ്? ഒന്ന്, ഗിവ്സ് ലൈഫ്, ജീവൻ തരുന്നു എന്നാണ് നമ്മൾ വായിച്ചത്, അല്ലേ? അങ്ങനെയല്ലേ വായിച്ചത്? നിങ്ങൾ ജീവിച്ചിരിപ്പാനും, ആ ഒന്നാം വാക്യം ശ്രദ്ധിച്ചോ, നിങ്ങൾ ജീവിച്ചിരിപ്പാൻ. രണ്ട്, നിങ്ങൾക്ക് തരുന്ന ദേശം കൈവശമാക്കുവാൻ. ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും, എല്ലാ യുവതി യുവാക്കളോടും ഞാനൊരു ദൂത് പറയുക കേട്ടോ. നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു, ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ജീവൻ നിലനിർത്തുന്നു. പക്ഷേ ആത്മീകമായി ചിന്തിച്ചാൽ, സ്തോത്രം, നാം ജീവൻ നിലനിൽക്കുന്നത് ഈ ദൈവവചനത്താല. സന്തോഷമുണ്ടോ? ഈ വചനം നാം മുറുകെ പിടിച്ചാൽ നമുക്ക് ജീവനുണ്ട് കേട്ടോ. സദൃശ്യവാക്യത്തിലൊരു വാക്യമുണ്ട്, ഞാൻ വായിപ്പിക്കുന്നില്ല, 4:20 പറയുന്നു, അത് നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറരുത്, അത് നിൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെടണം. അത് ലഭിക്കുന്നവർക്ക് അത് ജീവനാണ്. ഇറ്റ് ബ്രിങ്സ് ലൈഫ് ടു ദോസ് ഹു ഹോൾഡ് ഓൺ ടു ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവവചനത്തെ മുറുകെ പിടിക്കുന്നവർക്ക് ഈ വചനം ജീവൻ പകരുന്നു. രണ്ടാമത് അവിടെ പറഞ്ഞിരിക്കുന്നു, സെക്യൂർസ് ഇൻഹെറിറ്റൻസ്. ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന നന്മകളെ അവകാശമാക്കുവാൻ കഴിയണമെങ്കിൽ ഈ വചനം നാം മുറുകെ പിടിക്കണം. സന്തോഷമുണ്ടോ? ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലാകുന്നുണ്ടോ? ഈ രണ്ട് കാര്യമാണ് വചനം മുറുകെ പിടിച്ചാൽ. വചനം മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിക്കാണ് ദൈവത്തിൻ്റെ കൃപയുള്ളത്. ദൈവത്തിൻ്റെ കൃപയുള്ള ഒരുവന് ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കും, ദൈവനാമം മഹത്വപ്പെടുവാനിടയായിത്തീരും. അതുണ്ടാകണമെങ്കിൽ ഒന്ന്, ഈ വചനം മുറുകെ പിടിക്കണം. ആ വചനം മുറുകെ പിടിക്കുമെങ്കിൽ അത് ജീവൻ നൽകുന്ന വചനമാണ്. രണ്ട്, ദൈവം എന്തൊക്കെ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്, അത് അവകാശമാക്കണം. സ്തോത്രം. അങ്ങനെ അവകാശമാക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. എന്നാൽ ഒരു മുന്നറിയിപ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഈ ദൈവവചനം പെർഫെക്റ്റാണ്, പൂർണ്ണതയുള്ളതാണ്, അതിനോടൊന്നും കൂട്ടേണ്ട കാര്യമില്ല, അതിനോടൊന്നും കുറയ്ക്കുകയും അരുത്. നമുക്കറിയാം, ചില കാര്യങ്ങൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഈ വചനത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് പ്രിയമാണ്, എന്നാൽ ചിലത് നമുക്ക് അത്ര താല്പര്യമില്ല. താല്പര്യമില്ലാത്തതിനെ തള്ളിക്കൊണ്ട്
താല്പര്യമുള്ളതിനെ കൈക്കൊള്ളുന്നതല്ല ഈ വചനത്തിൻ്റെ പ്രമാണം. ഡു നോട്ട് ആഡ് ടു ഇറ്റ്, അതിനോട് കൂട്ടരുത്. ഡു നോട്ട് സബ്ട്രാക്ട് ഫ്രം ഇറ്റ്, അതിൽ നിന്ന് കുറയ്ക്കുകയും അരുത്. അതിലെന്തൊക്കെയുണ്ടോ അതിനെ അങ്ങനെ തന്നെ മുറുകെ പിടിച്ച് കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു തലമുറ എൻ്റെ മുൻപിലിരിക്കുന്നു. അങ്ങനെയുള്ളൊരു തലമുറയായി ഇന്ന് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്ക് വീണ്ടും ഒന്ന് സ്വസ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ സമ്മേളനത്തെ നമുക്കെല്ലാം പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും എന്നോട് ചേർന്ന്, ഞാനിവിടെ നിൽക്കുന്നതേ ഉള്ളൂ, നമുക്കെല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നിവിടെ നടക്കുന്ന ഈ ടെസ്റ്റ്, ടാലൻറ്റ് ടെസ്റ്റ്, ഇന്നിവിടെ നടക്കുന്നതായ ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും അനുഗ്രഹമായി ആത്മാവിൻ്റെ ആ ഒരു നിയോഗത്തിൽ തന്നെ തമ്മിൽ സ്നേഹത്തിൽ തമ്മിൽ ബഹുമാനിച്ചുകൊണ്ട് അതെല്ലാം ഭംഗിയായി നടക്കേണ്ടതിന് നമുക്കെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ, കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. കർത്താവ് ഇന്നിവിടെ ഇറങ്ങി വരട്ടെ. ഇതൊരു ടാലൻറ്റ് ടെസ്റ്റ് ആണെങ്കിലും അതിനകത്തും ദൈവമക്കൾ കൂടി വന്നിരിക്കുന്നത് കൊണ്ട് ഇതിനകത്ത് ആത്മാവിൻ്റെ ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകണം. ആമേൻ. ഇത് ആമേൻ ഒരു ആത്മീക അനുഗ്രഹമായി തീരണം. അതിനായി നമുക്കെല്ലാം സ്തോത്രം പറയാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, സ്വർഗ്ഗദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ PMG യൂത്ത്സിൻ്റെ ഈ തെക്കൻ ഏരിയ ടാലൻറ്റ് ടെസ്റ്റിനായി സ്തോത്രം. ഇന്ന് പകൽ വളരെ പ്രാർത്ഥനയോടെ, വളരെ ആകാംക്ഷയോടെ, വളരെ പ്രതീക്ഷയോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കടന്നു വന്നിരിക്കുന്നു. ഇതിനെ സംഘടിപ്പിക്കുന്ന ഞങ്ങളുടെ യൂത്ത്സിൻ്റെ കമ്മിറ്റിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാം ഞങ്ങൾ പേരായി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ടെസ്റ്റ് ഇന്ന് സ്തോത്രം നിരീക്ഷിക്കുവാനായി വന്നിരിക്കുന്ന ജഡ്ജസായി ഞങ്ങൾ ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരെല്ലാം കർത്താവ് കരം വെച്ച് അനുഗ്രഹിക്കണമേ. ഇതിനെ പ്രോത്സാഹിപ്പിച്ച് കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വലിയൊരു ദാസന്മാർക്കായി സ്തോത്രം. എല്ലാ പേരൻസിനായി സ്തോത്രം. അവരെല്ലാം സ്തോത്രത്തോടെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽ അങ്ങ് നടകൊള്ളണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മധ്യത്തിൽ ഒന്ന് പെയ്തിറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തികഞ്ഞ ആത്മീക ബോധത്തോടെ, പരസ്പര സഹകരണത്തോടെ, പരസ്പര ബഹുമാനത്തോടെ, സമർപ്പണത്തോടെ ഞങ്ങളിതിൽ പങ്കുകൊണ്ട് യാതൊരു അപസ്വരങ്ങൾ ഉയരാതെ വണ്ണം ദൈവം സകലത്തെയും നിയന്ത്രിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ മൂലം ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിൽ ഞങ്ങളുടെ യുവതീവാക്കൾ സമർപ്പിക്കപ്പെട്ട് യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി മാറുവാൻ നീ അവരെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമ്മേളനത്തെ ഞങ്ങളുടെ കരത്തിലടിൻ ഭരമേൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് ഇത് ഏറ്റെടുക്കണം, കരമച്ച് അനുഗ്രഹിക്കണം. ഇന്ന് വൈകിട്ട് ഇത് സമാപിക്കുന്ന സമയം വരെ അങ്ങയുടെ സാന്നിധ്യവും കൃപയും നടത്തിപ്പും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദൈവനാമ മഹത്വത്തിനായി കടന്നു വന്നിരിക്കുന്ന PMG സഭയുടെ യുവതീവാക്കളുടെ ഉന്നമനത്തിനായി ഈ സമ്മേളനം തീരട്ടെ എന്ന് ദൈവകരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് സമർപ്പിച്ച് ദൈവവരങ്ങൾ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. വരുവിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൻ്റെ മഹത്വത്തിനായി ഈ തെക്കനേരിയ ടാലൻറ്റ് ടെസ്റ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിൻ്റെ നാമം ഔത്തപ്പെടട്ടെ. കടന്നു വന്ന എല്ലാവർക്കും ഈ സമ്മേളനം അനുഗ്രഹമായി തീരട്ടെ. ഇതിൻ്റെ സംഘാടകരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. യു മേ സിറ്റ് ഡൗൺ. സ്വർഗപിതാവേ, ഈ അനുഗ്രഹീതമായ പകൽ വേളയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. PMG യൂസിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി നടത്തുന്ന ഈ തെക്കൻ മേഖല താലന്ത് പരിശോധനയിൽ കടന്നു വന്ന കുഞ്ഞുങ്ങളെല്ലാവരെയും യൂത്ത്സിനെ എല്ലാം ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വിവിധ സ്റ്റേജുകളിലായി നടക്കുന്ന എല്ലാ മത്സരങ്ങളും കർത്താവെ ദൈവത്താൽ അനുഗ്രഹമായി നടക്കുവാൻ ദൈവം കൃപ ചെയ്യണം. ഇതിൻ്റെ പ്രാരംഭ മീറ്റിംഗ് ഇത്രത്തോളം അനുഗ്രഹമാക്കിയതിനാൽ സ്തോത്രം. പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുവാൻ ഞങ്ങളുടെ ദാസനെ പാസ്റ്റർ G. അലക്സാണ്ടർ പാസ്റ്ററെ കാര്യങ്ങളെടുത്തതിനാൽ സ്തോത്രം. അധ്യക്ഷത വഹിച്ച കർത്താവ് ഇതിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിരിക്കുന്ന PMG സ്റ്റേറ്റ് പ്രസിഡന്റ് ഷിബു തോമസിനായി, ആ കമ്മിറ്റിക്കായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കായും യൂത്ത്സിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജഡ്ജസിനായി പ്രാർത്ഥിക്കുന്നു.
ഇപ്പോൾ ഇവിടെ തുടങ്ങുന്ന ഈ കർത്താവ് താലന്ത് പരിശോധനകൾ ഹല്ലേലൂയ അത് തീരുന്നത് വരെയും അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഇതിനെ അനുഗ്രഹിക്കണം. വലിയ ശാന്തമായി ഹല്ലേലൂയ ചന്തവും ക്രമവുമായി ഇത് നടക്കുവാൻ ദൈവം കൃപ ചെയ്യണം. എല്ലാറ്റിൻ്റെയും നിയന്ത്രണങ്ങൾ അവിടെ നിന്ന് ഏറ്റെടുക്കണം. എല്ലാ അനുഗ്രഹവും സഭയ്ക്കും കടന്നു വന്നവർക്കും എല്ലാ സഭകൾക്കും ഒരു അനുഗ്രഹവും സന്തോഷത്തിനും യുവജനങ്ങൾക്കൊരു ഉത്സാഹത്തിനും കാരണമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിഷയങ്ങളെ ഏറ്റെടുത്തതിനാൽ നന്ദിയോടെ സ്തോത്രം. താഴ്ത്തി ഫലമേൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. സകലതും യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ ദാസൻ ബ്രദർ ജയദാസ് അവറുകളായിരിക്കും. ഒന്ന് എഴുന്നേറ്റിരിക്കാവോ? ബ്രദർ ജയദാസ് അവറുകൾ, അതുപോലെ തന്നെ സിസ്റ്റർ രാജി രാജൻ, അതുപോലെ തന്നെ ബ്രദർ ജിത്തു യേശുദാനം. ഈ 3 പ്രിയപ്പെട്ടവരായിരിക്കും ഈ സ്റ്റേജ് 1 ഹാൻഡിൽ ചെയ്യുന്നത്. ഇവർ മ്യൂസീഷ്യൻസാണ്, അതുപോലെ തന്നെ സംഗീതം നന്നായി പഠിച്ചിട്ടുള്ളവരാണ്. പ്രൊഫഷണലി കോളേജുകളിൽ അവർ പഠിച്ചിട്ടുള്ളവരാണ്. ആ കാര്യം കൂടി അതും കൂടെ ആയിട്ടാണ് ഞങ്ങൾ അവരെ ഇൻവൈറ്റ് ചെയ്തത്. താങ്ക് യു. നിങ്ങൾ ഇരുന്നാട്ട്. സ്റ്റേജ് 2 ഹാൻഡിൽ ചെയ്യുന്നത് അനുഗ്രഹീതനായ കർത്തദാസൻ പാസ്റ്റർ സാം റോബിൻസൺ, അനുഗ്രഹീതനായ പ്രഭാഷകനാണ്. അതോടൊപ്പം അനുഗ്രഹീതനായ ഒരു വർഷിപ്പ് ലീഡറാണ്. ആ കർത്തദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം സിസ്റ്റർ ബെറ്റ്സി ജോൺസൺ അനുഗ്രഹീതയായ ഒരു പ്രസംഗികയാണ്. അതോടൊപ്പം നല്ലൊരു പാട്ടുകാരി, നല്ലൊരു എഴുത്തുകാരിയുമാണ്. പ്രിയ ബെറ്റ്സി ജോൺസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ സോജൻ, താങ്ക് യു. അനുഗ്രഹീതനായ ഒരു പ്രഭാഷകൻ, അനുഗ്രഹീതനായ ഒരു എഴുത്തുകാരൻ. ഈ കർത്തദാസന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇവരായിരിക്കും നിങ്ങൾക്ക് ഇന്ന് ഈ പ്രോഗ്രാമുകൾ വിലയിരുത്തുന്നത്. ദൈവം നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.